ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ പുതിയൊരു ഗെയിമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് ഗൈസ്. ഇതാണ് നമ്മുടെ ഫാർ ക്രൈ 4 എന്ന് പറയുന്നത് ഗൈസ്. ഒട്ടുമുക്കാൽ ആൾക്കാർക്ക് ഇത് അറിയാവുന്നതായിരിക്കും. ഈ ഒരു ഗെയിമിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഗെയിമിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വില്ലിന് ഭയങ്കര പ്രാധാന്യമായിരിക്കും ഗൈസ് ഈ ഒരു ഗെയിമിൽ കൊടുക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ സ്റ്റോറി ലൈനും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അതായത് ഈ ഒരു ഗെയിം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഒരു ഇതിലാണ്. അതായത് ഈ ഹിമാലയ നേപ്പാളിൻ്റെ ഇടയ്ക്ക് ഒരു കെരാറ്റിൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഗൈസ്. അവിടെ ആണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് നമ്മുടെ നായകൻ AJ എന്ന് പറഞ്ഞാണ്, അവൻ്റെ അമ്മയുടെ ചിതാഭസ്മം നമ്മൾ ഇവിടെ ലങ്കയിലോ അവിടെ എങ്ങാണ്ട് ഒഴുക്കാനെങ്ങാണ്ടാണ് ഗൈസ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഗൈസ്. അവിടെ നിന്നാണ് നമ്മുടെ ആ സ്റ്റോറിയുടെ ഒക്കെ ഒരു തുടക്കം ഗൈസ്. അടിപൊളി ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഗെയിമാണ് ഗൈസ്. പിന്നെ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ആണ്, സൂപ്പർ ഗെയിമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫാർ ക്രൈ സീരീസ് എന്ന് പറയുന്നത് ഗൈസ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കെരാറ്റിന് സ്പെഷ്യലായിട്ട് കുറച്ച് മിലിറ്ററികളൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇവന്മാർ ഇച്ചിരി സീനായിട്ടുള്ള അവന്മാരാണ്. ഇവന്മാരെല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെ നമ്മളെ കയറ്റിയെടുത്തുള്ളൂ. അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവന്മാർ കുറേ പേരുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം ഗൺസും കാര്യങ്ങളും എല്ലാം അവന്മാരെല്ലാം ഉണ്ട്. നമ്മുടെ കയ്യിലൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ചിതാഭസ്മം മാത്രമേ ഉള്ളൂ, ഗണ്ണും കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. അവന്മാരെന്തോ കണ്ടുപിടിച്ചെന്നാണ് തോന്നുന്നത് ഗൈസ്. പൈസയൊക്കെ തട്ടിക്കളഞ്ഞ് ഗൈസ്. അവനെന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. പൈസയൊക്കെ കൊടുത്തിട്ട് അവന്മാരെല്ലാം ഇറങ്ങി ഓടി. ഇവിടെ വെടി പൊട്ടി കേട്ടോ. ഇവിടെ എല്ലാവരെയും വെടി വെച്ച് കൊന്ന്. വേണ്ട, ഒരുത്തനെ ഒറ്റയ്ക്ക് ഇരുന്നൊരു പിസ്റ്റലും കൊണ്ട് വെടിവെക്കുന്നു ഇത്രയും പേര് ഗൈസ്. അവൻ ഒരുത്തനെ കൊന്നു കേട്ടോ. നമുക്ക് കിട്ടി ഗൈസ്. ഇല്ല, നമ്മൾ ചത്തിട്ടില്ല, ഒന്നും പേടിക്കണ്ട. തകർത്ത് വാരുകയാണ് കേട്ടോ ഇതിനെ. ഇവിടെ സീനായി ഗൈസ്. ഡോറ് തുറന്ന് ഗൈസ്, ഹെലികോപ്റ്ററൊക്കെ വന്നു കേട്ടോ. നമ്മളെ തൂക്കി ഗൈസ്. നമ്മളിനി ഇവിടെ നനങ്ങാൻ പറ്റില്ല. ഇവിടെ നനങ്ങി ആ സ്പോട്ടിൽ നമ്മളെ കൊന്നുകളെ ഉറപ്പാണ് ഗൈസ്. അതായത് ഇപ്പോൾ ഈ വന്നിരിക്കുന്നതാണ് ഗൈസ് നമ്മുടെ വില്ലൻ ഗൈസ്. ഇവൻ ഇച്ചിരി സീൻ എൻട്രിയാണ് ഇവൻ്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ ഗൈസ്. നിങ്ങളൊന്ന് നോക്കിയേ, കിഡിലും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം സെറ്റാണ് കേട്ടോ. ഇന്നത്തെ വില്ലൻ്റെ ഒക്കെ എൻട്രി എന്ന് പറഞ്ഞാൽ ഫാർ ക്രൈ 3 ഒരു വില്ലൻ എൻട്രി ഉണ്ട് ഗൈസ്. അതും അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്മൂത്താണ് ഗൈസ്, എല്ലാം അടിപൊളിയാണ്. നല്ല രസമാണ് ഗെയിം എന്ന് പറയുന്നത്. നല്ലൊരു സ്റ്റോറിയായിട്ട് നമ്മളെ കൊണ്ടുപോകും ഗെയിം. നമ്മളിങ്ങനെ കൊണ്ടുപോകും, നീ ഇങ്ങനെ ചെയ്യ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് ഗൈസ്. അങ്ങനെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും ഗൈസ്. അതാണ് ആ ഗെയിം എന്ന് പറയുന്നത് ഗൈസ്. ഇവൻ്റെ പേരാണ് പാഗൻ എന്ന് പറയുന്നത് ഗൈസ്. ഇവനാണ് ബസ് നിർത്താനേ പറഞ്ഞിട്ടുള്ളായിരുന്നു, വെടിവെക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവനത് വെടിവെച്ചോണ്ട് പയ്യൻ ഇച്ചിരി സീനാണ് കേട്ടോ. അത് പറഞ്ഞു, ഇവൻ പറഞ്ഞു കയ്യിൽ നിന്ന് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടായി. അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കയ്യിലെന്തോ ഉണ്ട്. അവൻ എടുത്തിട്ടുണ്ട്. അത് പേനയാണ് പേനയാണ്. ഗൈസ് അവനെ എന്നെ ചെയ്യുമേ ഗൈസ്. അവനെ ഫുള്ള് കൊന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവൻ ചത്തുപോയി. അപ്പോൾ ഗൈസ് നമ്മൾ സ്വല്പം പേടിച്ചിട്ടൊക്കെയാണ് നമ്മൾ കുറച്ച് പുറമോട്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഗൈസ്. ഇവനാണ് വില്ലൻ. ഇവൻ ഇച്ചിരി സീനാണ് കേട്ടോ. ഇവനെ മുടിയൊക്കെ ഇരിക്കുന്നുണ്ട് ഗൈസ്. പക്ഷേ ഇവനെ മുടി ഈ ഹെയർ കട്ട് ഒന്നും ചേരത്തില്ല ഗൈസ്. നമ്മളെ പിടിച്ച് എനിക്ക് വന്നിട്ട് അടുത്ത നമ്മളായിരിക്കും ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ. ഇവൻ നമ്മളെ കെട്ടിപ്പിടിക്കുന്നു. നമ്മുടെ ആളാണോ? എനിക്കൊരു പിടിയില്ല ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. എനിക്കറിഞ്ഞൂടാ സ്റ്റോറി എന്താ ഇങ്ങനെ പോകുന്നത്. നമ്മുടെ ആളാണെന്ന് തോന്നുന്നു. നമ്മളപ്പോൾ വില്ലൻ്റെ ആളാണ് ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മളെ കെട്ടിപ്പിടിച്ച് ഗൈസ്. ഇതാരാ ഈ കിടക്കുന്നത്? ഇവൻ നമ്മുടെ കൂടത്തെ ഉള്ളതല്ലേ? ഇവൻ എഴുന്നേറ്റില്ലേ ഗൈസ്? നമുക്ക് പയ്യൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. ഗൈസ്, ഇതാണ് നമ്മൾ. ഓക്കെ, ഈ ഒരു ഫോട്ടോയിലൂടെ നമ്മുടെ മോന്ത കാണത്തുള്ളൂ. ഇതാണ് നമ്മൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി തൊട്ട് നമുക്ക് മോന്ത കാണത്തില്ല, ഇങ്ങനെ ഇരിക്കും. അതായത് ഫുള്ള് നമുക്ക് കണ്ണിൽ നിന്ന് എന്താണോ വ്യൂ വരുന്നത് അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നമ്മുടെ ഫേസിനെ അങ്ങനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഫാർ ക്രൈയിലൊക്കെ എങ്ങനെയാണ് സാധാരണ വരുന്നത് ഗൈസ്. ഓക്കെ, നമ്മുടെ വില്ലൻ പോവാണെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടെ ഗൈസ്. ഓക്കെ, എന്താ ഗൈസ്, നമ്മുടെ ഫാർ ക്രൈ 4 ഇൻട്രോ ആണ് ഗൈസ് വന്നിരിക്കുന്നത്. കിട്ടില്ലെന്ന സാധനമല്ലേ ഗൈസ്. ഇതാണ് ഈ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസ് ഗെയിമാണ് ഗൈസ്. സത്യം പറയാലോ, കളിച്ചു നോക്കണം, അടിപൊളിയാണ് ഗൈസ്. നമ്മുടെ തലയിൽ എന്തോ തുണി എന്താണ്ട് ഇട്ടേക്കാണ്. അവനോട് മാറ്റുമായിരിക്കല്ലേ? അവൻ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. എനിക്കൊന്ന് മറ്റവൻ തന്നെയാണെന്ന് തോന്നുന്നു. അവൻ നമ്മുടെ വില്ലൻ തന്നെ ആയിരിക്കും.
ഗൈസ് എന്തുവാടാ ഇത്, ശരിക്കൊന്നും കാണുന്നില്ല. തുണിയൊന്നും മാറ്റിയല്ലേ ശരിക്കൊന്നും കാണത്തുള്ളൂ. ഗൈസ് ഇവിടെ എന്ത് നടക്കുന്നത്? നമ്മളെ തട്ടിക്കൊണ്ട് വന്നു. ഓക്കെ, മാറ്റി തുണി മാറ്റി. ഓ ഗൈസ്, ഇതെന്താ കുരങ്ങൻ്റെ തലയൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്? ഗൈസ് കുരങ്ങൻ്റെ തലയൊക്കെ നമുക്ക് ഡിന്നർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുരങ്ങൻ്റെ തലയൊക്കെയാണ്, അത് നല്ല ഡെക്കറേഷനിലൊക്കെയാണ് ഗൈസ് വെച്ചിരിക്കുന്നത്. ഗൈസ് അതായത് ഞാൻ ഇതിൻ്റെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇവൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പോവാണ്. അതൊന്നും നമുക്ക് കേൾക്കണ്ട ഗൈസ്. അതായത് ഇവനാണെങ്കിൽ ഈ കരാട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ മെയിനാണ്. കാരണം ഇവനറിയാതെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, അതാണ് സംഭവം. പിന്നെ ഇവനും പറയുന്നത് ഈ ഏജയുടെ അമ്മയുമായിട്ട്, അതായത് നമ്മുടെ മെയിൻ ക്യാരക്ടറാണ് ഏജ്, അതായത് നമ്മളാണത്. ഇതിൻ്റെ അമ്മയുടെ പണ്ടെന്തോ ഒരു ബന്ധം ഉണ്ടെന്നൊക്കെ പറയുന്നു ഗൈസ്, അതാണ് സംഭവം. അപ്പോൾ നമുക്കത് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. നമുക്കപ്പം ബാക്കി അങ്ങോട്ട് പോകാം ഗൈസ്. ഇതൊക്കെ അങ്ങോട്ട് കളയാം, എനിക്ക് വയ്യ ഗൈസ്, ഈ സ്റ്റോറി കാണാൻ വയ്യ ഗൈസ്. മറ്റേ അവനെ ഇവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, സൈഡിൽ ഇരുന്നവനെ. നമ്മളോട് പറഞ്ഞു ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനാണ്. നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നില്ല, നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഓടാനാണ് പോകുന്നത് ഗൈസ്. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം ഗൈസ്. ഇതുവഴിയാണ് ഗൈസ് പോകുന്നത് ഗൈസ്. കൊള്ളാമല്ലേ? നല്ല പറഞ്ഞാൽ ആ ഒരു ഇന്ത്യൻ ഇതിൻ്റെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു വൈബും ഗൈസ് സംഭവമുണ്ട് കേട്ടോ. നമുക്ക് ഓക്കെ, പൈസയൊക്കെ കിട്ടി, പൈസ കാര്യങ്ങളൊക്കെ നമ്മൾ നൈസായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതുവഴിയാണ് സ്റ്റെപ്പ് ഇറങ്ങുന്നത്. എന്തുവാ ഗൈസ്, ഇവിടെ എല്ലാം വാതിൽ അടച്ചു പൂട്ടിയിട്ടേക്കാണ്. ആ ഒരു ഇന്ത്യൻ വൈബുണ്ട് ഗൈസ്. എനിക്കറിഞ്ഞൂടെ ഇതുവഴി ഇറങ്ങിപ്പോകുന്ന മനുഷ്യൻ ഗൈസ്. ഇങ്ങനെ ചാടാനും പറ്റുന്നില്ല. ഇത് ഏത് വഴിയാടാ? ഇതുവഴി ഒന്ന് പോവും മനുഷ്യൻ ഗൈസ്. ഇതുവഴി പോകാൻ പറ്റത്തില്ല. ഇതേ സ്റ്റെപ്പ് ഗൈസ്, ഇതായിരുന്നു സ്റ്റെപ്പ്. നമ്മളത് കണ്ടില്ല, അത് മാത്രം ഒഴിച്ച് ബാക്കി എല്ലാം കണ്ട്. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഗൈസ്. ഓക്കെ, ഇവിടെ ഇതുവഴിയെല്ലാം ആണോ എന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. നല്ല രസമുണ്ടല്ലേ, കിട്ടില്ലൻ ഗൈസ്. ഇതെന്താ? എന്തേലും ആവട്ടെ ഗൈസ്, അതൊന്നും വായിക്കാൻ സമയമില്ല. നമ്മൾ രക്ഷപ്പെടുന്ന ധൃതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ കഥയൊന്നും വായിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. നമുക്ക് നൈസായിട്ട് രക്ഷപ്പെടാം. നല്ല രസമുണ്ട് ഗൈസ്. ഗൈസ് സംതിങ് റോങ് ഗൈസ്. ഓക്കെ, നമ്മളങ്ങോട്ട് തുറക്കുക. ഓക്കെ, നമ്മുടെ മിഷൻ സൈഡിൽ സേവ് ആയിട്ടുണ്ട്. അത് നോക്കുക, ലോഗോ വരുമ്പോഴേ മനസ്സിലാവും ഗെയിം സേവ് ആയിട്ടുണ്ടെന്ന്. ഓക്കെ ഗൈസ്, ഇവിടെയാണില്ല അവൻ ഗൈസ്. ഇതല്ലേ നമ്മുടെ കൂടെ ഇരുന്ന അപ്പൂപ്പൻ ഗൈസ്. അവനെ അവിടെ സൈഡിൽ ഇലക്ട്രിക്കൽ സംഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചിരുന്ന സാധനമാണ് ഗൈസ്. അവനിന്ന് തകർത്തു വാരും ഉറപ്പാണ്. നമ്മൾ ഇവർ കാണാതാണ് നമ്മൾ നിൽക്കുന്നത്. ഗൈസ് അവനെ ഷോക്ക് അടുപ്പിച്ച് കൊല്ലുവാണെന്ന് തോന്നുന്നു ഗൈസ്. അവനിൽ നിന്ന് എന്തോ ആവശ്യമുണ്ട് ഇവന്മാർക്ക്. ഒന്നെങ്കിൽ അവനെന്തോ കാര്യം അറിയാം ഗൈസ്, അത് അവനെ കൊണ്ട് പറയിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഗൈസ് വേറെ എന്തെങ്കിലും കാര്യം കാണും. അവന്മാരെന്തായാലും നമ്മളെ കാണുന്നില്ല, അത് വേറൊരു കാര്യമാണ് ഗൈസ്. അവന്മാർ അതിലോട്ട് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നൈസായിട്ട് ഇനി അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോവാം ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടണം ഗൈസ്. അതാണ് ചത്തു ഗൈസ്. ഇല്ല കേട്ടോ, രക്ഷപ്പെട്ടു ഗൈസ്. നമ്മുടെ പേരാണ് അജയ് ഖാൻ. അതാണ് നമ്മൾ AJ എന്ന് പറയുന്നത് കേട്ടോ. ഇവൻ്റെ പേരാണ് ഗൈസ് സെബാൻ ഗൈസ്. പയ്യൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവനെ വേണ്ട, നമ്മളെയാണ് വേണ്ടത്. അപ്പോൾ അവനെയൊക്കെ അവിടെ ഇട്ടിട്ട് പോവാണ് ഗൈസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇവനാണ് മറ്റേ ഈ ഗോൾഡൻ അങ്ങനത്തെ ഒരു സാധനമുണ്ട് ഗൈസ്. അതായത് പെഗാനോ അവന് എതിർത്ത് നിൽക്കുന്നതാണ് ഇവർ ഗൈസ്. അങ്ങനെയാണ് രണ്ട് ടീമാണ് ഗൈസ്. അന്നത്തെ ഇവരാണ് നമ്മളിപ്പോൾ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നമുക്ക് അവരുടെ കൂടെ ചെല്ലാം എന്നേ ഉള്ളൂ ഗൈസ്, വേറൊരു വഴിയില്ല. അപ്പോൾ ഗൈസ് നമ്മളോട് പയ്യൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ഇറങ്ങി ഓടുക എന്നാണ്, അല്ലാതെ വേറൊരു വഴിയില്ല ഗൈസ്. നമ്മൾ പറക്കണം ഇതുവഴി. അപ്പോൾ നമുക്കിന്ന് അങ്ങോട്ട് പോയാലോ ഗൈസ്. എൻ്റെ ദൈവമേ ഗൈസ്, ഇവിടെ ഫുള്ള് സീനാണ് കേട്ടോ. നമ്മൾ സ്പീഡിലോട് ഗൈസ്. മിക്കവാറും ഇന്ന് വെടികൊണ്ട് ചാവുമെന്നാണ് തോന്നുന്നത്. കിട്ടിയില്ല ഗൈസ്. തൊട്ട് ഫ്രണ്ട് വരെ വന്ന് രക്ഷപ്പെട്ട് കാറ് കിട്ടി. അതുകൊണ്ട് ആനയൊക്കെ വന്നു കേട്ടോ. ആനയൊക്കെ വന്ന് ഇടിച്ച് പൊട്ടിക്കുന്ന അവിടെ. ഓക്കെ ഗൈസ്, നമ്മളപ്പം അവിടെ നിന്ന് നമ്മൾ സ്മൂത്തായിട്ട് രക്ഷപ്പെട്ടു. നമുക്ക് ലൈഫ് കുറവാണ്, ഇത് വേറെ കാര്യം ഗൈസ്.
നമുക്കിനി ഗണ്ണൊക്കെ കിട്ടുമായിരിക്കും. കണ്ണ് കിട്ടി. ഓ ഗൈസ്, ഇനി ഇവന്മാരെ നമുക്ക് വെടി വെച്ച് കൊല്ലോ, സുഖമാണ്. ഓ ഇതൊരു വല്ലാത്തൊരു സാധനം കേട്ടോ ഗൈസ്. എനിക്ക് ഇതിൻ്റെ ഒരു എയിം സെറ്റ് ആവുന്നില്ല. ഇതിൻ്റെ ഒരു എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു എയിമാണ്. സെറ്റായി വരാൻ ഇച്ചിരി സമയം എടുക്കുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഗൈസ് ഗണ്ണൊക്കെ പിടിക്കുന്നത്. ഇതിൽ കണ്ടോ, ഇതിൽ ഗണ്ണ് എനിക്ക് അങ്ങോട്ട് സെറ്റാവുന്നില്ല. ഗണ്ണങ്ങോട്ട് സെറ്റാവുന്നില്ല ഗൈസ്, വല്ലാത്തൊരിത്. ഓ ഗൈസ്, ഇത് നമ്മളെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യാം. ഓക്കെ ഗൈസ്, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് കൊല്ലാം. പക്ഷേ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചത്തു പോകും ഗൈസ്, ഉറപ്പായിട്ട്. ഓ അവൻ എടുത്തും കുത്തി വീണ് കേട്ടോ നമ്മൾ വെടി വെച്ചപ്പോഴത്തേനും. ഗൈസ് കിട്ടി. ഓ ജീ പോയി. ആ ചത്ത് ഗൈസ്. നമ്മൾ ചത്തെന്നാണ് തോന്നുന്നത്. തോന്നില്ല ഗൈസ്, ചത്തില്ല, ബോധമുണ്ട്. നമ്മൾ ചാവത്തില്ല ഗൈസ്, കാരണം നമ്മൾ ബാക്കി ഗെയിം പോകണ്ടേ. നമ്മൾ ചത്ത് കഴിഞ്ഞാൽ ഗെയിം പോകില്ല, അതുകൊണ്ട് നമ്മൾ ചാവത്തില്ല ഗൈസ്. കൊള്ളാം കേട്ടോ സ്ഥലമൊക്കെ. അയ്യോ പയ്യൻ ചത്തു. എൻ്റെ ദൈവമേ, മരം വീണടാ അവൻ്റെ തലയിൽ. ഏതോ ഒരു ദൈവാധീനം, നമ്മുടെ തലയിൽ വീണിട്ടില്ല ഗൈസ്. ഫോൺ കിട്ടി. ഇച്ചിരി പന്ന ഫോണാണ് കേട്ടോ, ഞെക്കുന്ന ഫോണാണ് ഗൈസ്. കീപാഡ് ഫോണാണ്, നമുക്കൊന്നും ഐഫോണും കാര്യങ്ങളൊന്നും ഇല്ല. മറ്റേ അവൻ്റെ ഉണ്ടായിരുന്നു, അവൻ്റെ നിന്നില്ല. നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തേ ഗൈസ്. കത്തി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു കത്തിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിനിയും അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടവറുണ്ട്, അങ്ങോട്ട് ചെല്ലുക. അതാണ് നമുക്ക് അടുത്ത് കിട്ടിയൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മളോട് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹീലാവും ഗൈസ്. നമ്മൾ ഹീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ടവറിലോട്ട് പോവുക ഗൈസ്, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഓക്കെ, നമ്മൾ ടവറിലോട്ട് പോവുക ഗൈസ്. നമുക്ക് കത്തിയാണെന്ന് തോന്നുന്നു കേട്ടോ, കത്തിയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, വേറൊന്നും ഇല്ല. അവന്മാരയിൽ ഗണ്ണും കാര്യങ്ങളും ഒക്കെ കാണും. പിടിക്കപ്പെട്ട ഗൈസ് മൂഞ്ചു എന്നാണ് തോന്നുന്നത്. നമ്മൾ പിടിക്കപ്പെടരുത്, നമ്മൾ സ്മൂത്തായിട്ട് രക്ഷപ്പെടാൻ തന്നെ നോക്കണം. അതായത് ഇവന്മാരുടെ കയ്യിലൊന്നും പിടിക്കപ്പെടാനേ പാടില്ല ഗൈസ്. പിടിക്കപ്പെട്ട അവന്മാർ ഉറപ്പായിട്ടും വെടിവെച്ച് കൊല്ലും, ഒരു ദാക്ഷിണ്യം ഇല്ല. കഴിഞ്ഞ തവണ മറ്റേ അവന്മാർ ചെയ്ത പോലെ എന്താ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ വട്ടം നമ്മളെ കണ്ട സ്പോട്ടിൽ തീർക്കും, അതാണ് അവിടെ. ഓ ഗൈസ് പിടിച്ചു. ഇതേ വെടി വരുന്നുണ്ട്, കുറേ വെടി വരുന്നുണ്ട്. ഓ ദേ അടുത്തവൻ ഗൈസ്. ഇവനെയൊക്കെ ചത്തില്ല ഗൈസ്, ചത്തുപോയി ഗൈസ്, ചത്തുപോയി. ഇനി വീണ്ടും നമ്മൾ കളിക്കണം ഗൈസ്. നമുക്ക് നോക്കാം. ചെക്ക് പോയിന്റിൽ വന്നായിരുന്നോ? അത് കൊള്ളാം, ഇവിടെ ഒരു ചെക്ക് പോയിന്റ് വെച്ചത് കാര്യമായി. ഓക്കെ, നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് എടുത്ത് എറിയാം ഗൈസ്. അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ, അവന് ശ്രദ്ധ മാറിയിട്ടുണ്ട് അവൻ്റെ. ഒന്നെങ്കിൽ നമുക്ക് അവനെ കൊല്ലാം, അല്ലെങ്കിൽ നമുക്ക് കൊല്ലണ്ടല്ലേ. അവൻ കണ്ടു. ഓക്കെ ഗൈസ്, നമ്മൾ നൈസായിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നീന്തി അങ്ങ് പോകും. ഇനിയിപ്പം അതേ വഴിയുള്ളൂ ഗൈസ്, അല്ലെങ്കിൽ ടാസ്ക്കാണ് ഗൈസ്. ഏകദേശം ഒരു 600 മീറ്ററോളം ഉണ്ട് ഗൈസ്. ഇനി അവിടെ വരെ നമുക്ക് സ്മൂത്തായിട്ട് ഗൈസ് രക്ഷപ്പെടണം. കാടെന്നൊക്കെ പറഞ്ഞാൽ ഇജാതി കാടാണ്, കിടിലം വൈബും ഗൈസ്. ഇതേ നോക്കിക്കേ ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഒരു ഒറിജിനൽ ഒരു ഇതുപോലെ കണ്ടോ, കിളികളൊക്കെ മറ്റേ മാംസം തിന്നുന്നതും കാര്യങ്ങളും എല്ലാം അതിലുണ്ട് ഗൈസ്, എല്ലാം ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താ പറയുന്നത്, സ്കിന്നും കാര്യങ്ങളും ഒക്കെ എടുക്കാം, ബൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം ഗൈസ്. ബൈറ്റൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എനിമി എവിടെയാണോ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോഴേ അത് പോയി എന്താ ആൾക്കാരെ കൊല്ലുമെന്നൊക്കെയാണ് പറയുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. അത് വേറെ സെറ്റിങ്സാണ് ഗൈസ്. നമ്മൾ അത്രയും മെച്ചപ്പെട്ട അപ്ഡേറ്റിലോട്ടൊന്നും പോകണ്ട, നമുക്ക് ആദ്യം ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാം ഗൈസ്. നമുക്ക് ആ ടവറിലോട്ട് പോകണം, അതാണ് മെയിൻ. ടവറാണ് ഗൈസ് മെയിൻ. ഇവിടെ വേണ്ട കുറേ അവന്മാർ ഇരിപ്പുണ്ട്, അവന്മാരെയൊക്കെ കൊണ്ട് തോറ്റ് ഗൈസ്. ഇവിടെ എല്ലാം അവന്മാരുടെ ഒരു കൺട്രോളാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് രക്ഷപ്പെടുന്ന ഇച്ചിരി ടാസ്ക്കാണ്, എന്നാലും നമുക്ക് മാക്സിമം നോക്കാം എങ്ങനെയാ എന്നൊക്കെ. അങ്ങനെ ഗൈസ് അവൻ അങ്ങോട്ട് പോയ ഒരു തക്കം നോക്കി നമ്മൾ സ്മൂത്തായിട്ട് ചാടി ഗൈസ്. കാരണം അവൻ വീണ്ടും നമ്മളെ കൊല്ലും. അവന്മാർ 3-4 പേരുണ്ട്, അതും ഈ ഏരിയയിൽ 3 ഇടത്തായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ 6-ലൊക്കെ കണ്ണ് വെട്ടിച്ച് പോയേ പറ്റൂ.
ഓക്കെ, നമ്മളെല്ലാവരെയും അതായത് ഈ 3 പേരെയും കണ്ണ് വെട്ടിക്കുന്നതാണ് നമ്മുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഗൈസ്. അല്ല വേറൊരു വഴിയില്ല. അതെ, നമ്മൾ കല്ലങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പയ്യൻ വീണ്ടും ശ്രദ്ധ തിരിച്ച് നമ്മൾ വിടുകയാണ്. ഓക്കെ, അവൻ കാണാതെ പോകുന്നതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. ഇത് കണ്ടു ഗൈസ്, അവൻ വീണ്ടും നമ്മളെ കണ്ടിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പറക്കാം ഗൈസ്, അല്ലാതെ ഒരു വഴിയില്ല. നമുക്ക് സ്മൂത്തായിട്ട് തന്നെ ടവറിൻ്റെ അവിടെ ചെല്ലണം ഗൈസ്. ഏകദേശം ഇനി 400 മീറ്റർ കൂടെ ഉണ്ട് നമുക്ക് ഇനിയും ചെല്ലാൻ വേണ്ടി ഗൈസ്. ഇവിടെ എന്തുവാ ഗൈസ്, ഇതെന്ത് സാധനം ഗൈസ്? നമ്മൾ ഏകദേശം നേപ്പാൾ ആ ഒരു സ്ഥലത്തെയൊക്കെ ഇതായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊരു അറ്റ്മോസ്ഫിയർ ആണ്, നമുക്ക് അറിയാമല്ലോ ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം ഗൈസ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. നമുക്ക് അവിടെ ഇതുണ്ടായിരുന്നു, എപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൺസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ എടുത്തില്ല. അവിടെ പിന്നെ നമുക്ക് ക്യാമറയൊക്കെ ഉണ്ട്, നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എനിമിയൊക്കെ സ്പോട്ട് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. നമ്മളതൊന്നും ചെയ്തില്ല ഗൈസ്. നമ്മളിപ്പോൾ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കരാട്ട എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അങ്ങോട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. നമ്മൾ അതായത് ആ ടവറിൻ്റെ അടുത്ത്, ബെൽ ടവറിൻ്റെ അടുത്തോട്ട് ആയിട്ടുണ്ട്. ഏകദേശം ഇനി ഒരു 118 മീറ്റർ കൂടെ ഗൈസ്. നമ്മൾ കല്ലൊക്കെ ചാടിക്കേറി. ഓക്കെ, നമ്മുടെ ആൾ വന്നിട്ടുണ്ട് ഗൈസ്. ഇതെന്താ ഗൈസ്, ഇവിടെ കള്ളടിച്ച് സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നോക്കി, അടിപൊളി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, നല്ല മഞ്ഞും ഐസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയും കുറച്ച് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് സെറ്റാണ് ഗൈസ്, പരിപാടിയൊക്കെ സെറ്റാണ്. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. അകത്തോട്ട് കയറിയിട്ട് നമുക്ക് മോന്ത കാണിച്ചേക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് ഗണ്ണങ്ങോട്ട് എടുക്കുക, ഗൺസിന് ബുള്ളറ്റെല്ലാം എടുക്കുക ഗൈസ്. ഓക്കെ, ഇവിടെ എന്തോ ഇനി. ഓക്കെ, ടേക്ക് ദ ആമോ ഗൈസ്. നമ്മൾ ഫുൾ ആമോസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫുള്ള് റീലോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പം ഒന്നുമില്ല ഗൈസ്. ഇനി ഇവിടെ എന്തുവാ? ഓ ഗൈസ്, നമുക്ക് അലേർട്ട് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. എനിമി വരുന്നുണ്ട് ഗൈസ്. ഇവിടെ കുറേ എനിമികളുണ്ട് ഗൈസ്. നമുക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൺസ് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. നമ്മൾ കൊന്നും തോന്നുന്നു 2-3 പേരെ. ഓക്കെ, 2 പേരെ കൊന്നു. ഹെഡ് ഷോട്ടൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ, അറിയാതെങ്ങാണ്ടാണ് ഗൈസ്. ഇവന്മാരൊക്കെ എവിടാടാ? ഓ ഗൈസ്, അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ് ഗൈസ്. ഗെയിം കൊള്ളാം ഗൈസ്. നോക്കി, ഈ ചത്ത്. ഓക്കെ, നമ്മൾ അവനെ കൊന്നിട്ടുണ്ട് ഗൈസ്. അടുത്ത വണ്ടിയിലൊക്കെ ആൾ വരുന്നു. എന്താ പറയുക ഇങ്ങനെ? ഓക്കെ, അവനെ ആരാണ്ട് കൊന്നു ഗൈസ്. ഇനി എനിമീസ് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അവനെ കൊന്നിട്ടുണ്ട് ആരാണ്ട്. പക്ഷേ അവനെ നമ്മൾ തന്നെ ഗൈസ് കൊന്നേ. ഓക്കെ, നമ്മൾ മാക്സിമം കവർ എടുക്കാനും പറ്റുന്നില്ലല്ലോ ഗൈസ്. ആമോ ഇല്ല. ഓ, നമുക്കിനി ആമോ ഇല്ല ഗൈസ്, തീർന്നു. ഓ ഗൈസ്, ആരോ ഗ്രനേഡൊക്കെ എടുത്തെറിഞ്ഞ് കയ്യും വാഴ എല്ലാം കൂടെ പോയി ഗൈസ്. ഓക്കെ, നമ്മൾ ഹീൽ ചെയ്തിട്ടുണ്ട്. ഒരു എനിമി അതുവഴിയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. എന്താ ചത്ത് ഗൈസ്, ചത്തെന്നാണ് തോന്നുന്നത് കേട്ടോ. ചത്തില്ല. നമ്മൾ ക്രൗച്ച് ചെയ്ത് കവർ എടുത്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഹീൽ ചെയ്യണം ഗൈസ്. ഇവന്മാരെല്ലാം തൊലിഞ്ഞവന്മാർ കുറേ ഗ്രനേഡും കൊണ്ടൊക്കെ വന്ന്, നമുക്കാണെങ്കിൽ ഗണ്ണും ഇല്ല. എനിക്ക് തലയിടാന്ന് ഗൈസ്. നമുക്ക് ഇറങ്ങി പൊട്ടിക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ എടുത്ത ഗണ്ണ് എടുത്ത് ലൈഫില്ല. തീർന്നു. ചത്ത് ഇല്ല. ഹെഡ് ഷോട്ടാണ്. ഓ, ഇപ്പം തീരെ ഇതെന്താ സംഭവം ഗൈസ്? കണ്ണിൻ്റെ കാഴ്ച പോയോ ഗൈസ്? എന്തോ ഒന്ന് പറ്റിയല്ലോ. ഓക്കെ, നമ്മൾ എഴുന്നേറ്റ്. എന്തുവാ, മഞ്ഞിടിഞ്ഞ് വീഴുന്നോ ഗൈസ്? കല്ലെന്തോ ഇടിഞ്ഞു പോകുന്നോ? അറിഞ്ഞൂടാ, ഏതാണ്ട് ഇടിഞ്ഞ് വീഴുന്നുണ്ട് ഗൈസ്. ഓ, നമ്മളെ ആരോ വന്ന് രക്ഷിച്ചു.
ഇവനാണോ സെബാൻ? സെബാനായിരുന്നു, എന്തോ ആയിരുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം ഗൈസ്. ഇതാണ് ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത മിഷൻസ് വരുന്ന പോലെ നമുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.